അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് പറ്റില്ല എന്നുള്ളതാണ് ആംഗ്യം. അത് പറ്റില്ല എന്നാണ് അയാൾ ആ കയ്യിലൂടെ കാണിച്ചത്. വളരെ മോശം. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വണ്ടി നിർത്തിയതിനാണ് ഡ്രൈവർ അടിക്കുന്നത്. നോക്കൂ, ഡ്രൈവർ അടിച്ചു. അഭ്യാസം എടുത്തോണ്ടല്ല, അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഒരു ദയനീയമായിട്ട് കണ്ട സ്ത്രീയെ അവിടെ കണ്ടപ്പോ വാഹനം നിർത്തിയതിനാണ് ഡ്രൈവർ സുരേഷ് ഗോപി പറഞ്ഞത്. ആ സ്ത്രീയുടെ ദയനീയത കണ്ട് വണ്ടി നിർത്തിയ ഒരു മനുഷ്യനെ ഇയാൾക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് മനുഷ്യത്വമുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ജനപ്രതിനിധിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ആൾ നാളുകളിൽ ഇതിൽ കൂടുതൽ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പറയാം. എന്റെ ജീവിതം പട്ടിണക്കി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കല്ല തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങട് സന്തോഷമായി ഗോപിയേട്ടാ.